നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +2 റിസൾട്ട് വന്നു. ജയിച്ച എല്ലാ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ. ഒരുപാട് കുട്ടികൾ, ഏകദേശം 1 ലക്ഷത്തോളം കുട്ടികൾ തോറ്റിട്ടുണ്ട്. ഒരുപാട് പേര് ടെൻഷനിൽ. നിങ്ങൾ പരമാവധി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഈ ആദ്യം പറയുന്ന കാര്യങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയ്ക്കകത്തുണ്ട്, സ്കിപ്പ് ചെയ്യരുത്. എല്ലാം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളാണ്. ആദ്യം പറയട്ടെ, ഇപ്പോൾ നമ്മൾ +2 റിസൾട്ട് വന്നു. നമുക്കിപ്പോൾ 5 വിഷയം പോയി, 2 വിഷയം പോയി, 1 വിഷയം പോയി, 6 വിഷയം പോയാലും നിങ്ങൾക്ക് എല്ലാ വിഷയങ്ങളും എന്ത് ചെയ്യാം? അടുത്ത മാസം ജൂൺ 29-ാം തീയതി, ഒറ്റ മാസമേ ഉള്ളൂ, ഒറ്റ മാസത്തിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാം. ജൂലൈ തന്നെ റിസൾട്ടും വരും. നിങ്ങൾക്ക് ഏത് കോഴ്സും, നിങ്ങൾക്ക് ഒരു കോഴ്സും നഷ്ടപ്പെടത്തില്ല. എല്ലാ കോഴ്സും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുകയും ചെയ്യാം. പക്ഷേ നിങ്ങളിപ്പം നമുക്കൊക്കെ എല്ലാ വട്ടവും +2 സെയ്ക്കും അല്ലെങ്കിൽ അങ്ങനെ സെയ്ക്ക് നമുക്ക് 99% നമുക്ക് അല്ലെങ്കിൽ 99 പോയിന്റ് റിസൾട്ട് വരണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 6-7 കൊല്ലമായിട്ട് അതേപോലെ റിസൾട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ റിസൾട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും കൃത്യമായ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. എല്ലായിടത്തും പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഒരു വർഷത്തെ ടോപ്പിക്ക് അരച്ച് കലക്കി പഠിപ്പിച്ച് അങ്ങനെ പഠിച്ചാൽ നിങ്ങൾ ജയിക്കത്തില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ തിരഞ്ഞെടുത്ത ക്വസ്റ്റ്യൻസ് മാത്രം, അതിൻ്റെ സിമ്പിളായിട്ടുള്ള നോട്ട്സും അതിൻ്റെ ആൻസേഴ്സ് വളരെ സിമ്പിളായിട്ട് നിങ്ങളെ സിമ്പിളായിട്ട് പഠിപ്പിക്കും. ഒരു രീതിയിൽ നിങ്ങൾ നോക്കത്തില്ല. കാരണം കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യുന്നവർ, അല്ലെങ്കിൽ നമുക്ക് വിരലെണ്ണാവുന്ന കുട്ടികൾ മാത്രമേ ഫെയിൽ ആവുന്നുള്ളൂ. ബാക്കി ആയിരക്കണക്കിന് കുട്ടികൾ ജയിക്കുകയാണ്. അതിൻ്റെ കാരണം ഇത് മാത്രമേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടാണ് പഠിപ്പിക്കുന്നത്. അത് നിങ്ങൾക്ക് അങ്ങനെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 100% നിങ്ങൾക്ക് ജയിക്കാം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ വോയിസ് മെസ്സേജ് എടുത്തത് കോൾ ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കുക. നിങ്ങളുടെ പേര്, ഡിസ്ട്രിക്റ്റ്, വാട്സപ്പ് നമ്പർ, സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, നിങ്ങൾ സബ്ജക്ട്സ് ഏതാണെന്ന് കൃത്യമായിട്ട് ഇട്ടേക്കുക. വളരെ പരിമിതമായ ഫീസേ ഉള്ളൂ. കാരണം ഒരു സബ്ജക്റ്റിന് 1000 രൂപയും 2 സബ്ജക്റ്റിന് 1500, ബാക്കി 2 കൂടുതൽ എത്ര സബ്ജക്റ്റ് ആണെങ്കിലും 2500 രൂപ മാത്രമേ ഉള്ളൂ ഫീസും. ഏത് കുട്ടിക്കും ചേരാം. നല്ല പോലെ നിങ്ങൾക്ക് 100% വിശ്വാസം മാഷ് കൂടെ ഉണ്ട്. 100% നിങ്ങൾക്ക് ജയം ഉറപ്പിക്കാം. ഇനി നിങ്ങൾ അടുത്ത ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിൻ്റ് എടുത്ത് നിങ്ങൾക്ക് സ്കൂളിൽ കൊടുക്കാം. എന്നാണ് ആപ്ലിക്കേഷൻ ഡേറ്റ് കൊടുക്കേണ്ടത്? ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഡേറ്റ് കൊടുക്കേണ്ടത് നാളെയും മറ്റന്നാളും ഒഫീഷ്യലി പബ്ലിക് ഹോളിഡേ ആണ്. പിന്നെ 27, 28 കഴിഞ്ഞ് 29-ാം തീയതി മുതൽ നിങ്ങൾക്ക് കൊടുക്കാം. 29, 30, 1-ാം തീയതി വരെ ഉള്ളൂ. ഫൈൻ ഇല്ലാതെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ. ജൂൺ 1 ജൂലൈ അല്ല. ജൂലൈയിൽ പരീക്ഷയെല്ലാം തീരും. ജൂൺ 1-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ കൊടുക്കുക. ജൂൺ 3-ാം തീയതി വരെ ഫൈനോട്, ജൂൺ 1 മുതൽ ജൂൺ 3 വരെ ഫൈനോടുകൂടി കൊടുക്കാം. പക്ഷെ അതിനുവേണ്ടി നോക്കിയിരിക്കരുത്. ജൂൺ 1-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? കൊടുത്തിരിക്കണം. കൃത്യമായിട്ടും ആപ്ലിക്കേഷൻ ഫോം കൊടുത്തിരിക്കണം. ആപ്ലിക്കേഷൻ ഫോം കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഹോൾ ടിക്കറ്റ് വരില്ല. അത് മറക്കരുത്, കൃത്യമായിട്ട് ഓർത്തിരിക്കുക. പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങുന്നത് 28-ആണ്. അതായത് നാളെ, മറ്റന്നാൾ മുതൽ ക്ലാസ് തുടങ്ങുകയാണ്. എല്ലാ ദിവസവും പുത്തൻ ബാച്ചസ് ഉണ്ട്. ഒരു ടെൻഷൻ വേണ്ട. എല്ലാ ദിവസവും പുത്തൻ ബാച്ചസ് ഉണ്ട്. എല്ലാവർക്കും ജോയിൻ ചെയ്യാം. ഏത് സബ്ജക്റ്റ് നിങ്ങൾക്ക് ക്ലാസ്സുകളുണ്ട്. അത് സിമ്പിളും ആയിട്ടുള്ള ക്ലാസ്സുകൾ പഠിച്ച് ജയിച്ചോണം. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഒരു ടെൻഷൻ വേണ്ട മക്കളെ, ടെൻഷൻ വേണ്ട. നിങ്ങൾ വിഷമിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്. വിഷമിക്കേണ്ട ആവശ്യതയില്ല. ഒരു ടെൻഷൻ വേണ്ട. നിങ്ങൾ പാസ്സാകും. പാസ്സാകുന്നല്ല, ഡബിൾ പാസ് മാർക്ക് കൂടുതൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യും. അന്നേരം ഇത് ഓർക്കുക. ജൂൺ 1-ന് മുമ്പേ ആപ്ലിക്കേഷൻ കൊടുത്തേക്കുക. ജൂൺ 29-ാം തീയതി പരീക്ഷ തുടങ്ങും. ഒറ്റ മാസമേ ഉള്ളൂ. അറിഞ്ഞ് വെച്ച് പഠിക്കണം. വളരെ സിമ്പിളായിട്ടുള്ള ക്ലാസ്സുകൾ നോട്ട്സും കണ്ട് തന്നെ പഠിക്കുക. ഓക്കെ. അന്നേരം ജോയിൻ ചെയ്യേണ്ടവരെല്ലാം സമയം കളയാതെ തന്നെ ജോയിൻ ചെയ്തേക്കുക. ഡീറ്റെയിൽസ് ഇട്ടേക്കുക. ഡീറ്റെയിൽസ് വോയിസ് ആയിട്ടല്ല, ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് വാട്സപ്പിൽ ഇട്ടേക്കുക. ഓക്കെ. അന്നേരം എല്ലാവരും ജയിക്കട്ടെ. ഒറ്റ കുട്ടികൾ പോലും ഇനിയും തോക്കരുത്. ഒറ്റ മാസം. നെവർ എവർ ഗിവ് അപ്പ്.